ആദ്യം കേരള പോലീസ് ആവശ്യപ്പെട്ടു കുറച്ച് ദിവസത്തേക്ക് ഹോം മിനിസ്ട്രി, യൂണിയൻ ഹോം മിനിസ്ട്രി അത് അനുവദിച്ചില്ല. 3-4 ദിവസം ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷമാണ് ഒരു കമ്പനി RAF-നെ കൂടെ ഇവിടെ തരാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്. 120 പേരടങ്ങുന്ന ഒരു കമ്പനി സേനയാണ് സന്നിധാനത്ത് പതിവായി സേവനത്തിനെത്താറ്. ഇത്തവണ ആദ്യഘട്ടത്തിൽ ഒരു കമ്പനിയും പിന്നീട് ഒരു കമ്പനിയെയും കൂടി എത്തിച്ചു. 250 പേരാണ് നിലവിൽ സന്നിധാനത്തുള്ളത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സുരക്ഷാ നിർദ്ദേശത്തിനൊപ്പം കേരളത്തിലുണ്ടായ മാവോയിസ്റ്റ് സംഘടന കൂടി കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. വളരെയധികം പ്രതികാര മനോഭാവത്തോട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. വർഷങ്ങളോളം കാത്തിരുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാവോയിസ്റ്റുകൾക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായ സാഹചര്യത്തിൽ കടുത്ത വനപ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെല്ലാം രീതിയിൽ പറ്റുമോ ആ രീതിയിലെല്ലാം ഭക്തജനങ്ങൾക്ക് അതിനുള്ള സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിലായി ഒരു പ്ലാറ്റൂൺ സേനയെ വിന്യസിച്ചു. മരക്കൂട്ടം, വലിയ നടപ്പന്തൽ എന്നിവിടങ്ങളിലെ ഓരോ പോയിന്റുകളിലും പാണ്ഡിത്താവളത്തെ 2 പോയിന്റുകളിലും സേനയുണ്ട്. പാണ്ഡിത്താവളത്തെ ജലസംഭരണികൾക്ക് പ്രത്യേക സുരക്ഷയും ഒരുക്കി. സോപാനത്ത് 9 പേരായിരുന്നു സേവനത്തിലുണ്ടായിരുന്നത്. ഇത് 13 വർദ്ധിപ്പിച്ചു. കൂടാതെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേക പോയിന്റുകളിൽ കൂടി സേനയെ വിന്യസിക്കും. സന്നിധാനത്തുള്ള ദ്രുതകർമ്മ സേനയ്ക്കായി ആധുനിക ആയുധങ്ങൾ കൂടി എത്തുമെന്നും സൂചനയുണ്ട്. ക്യാമറ പേഴ്സൺ വിഘ്നേഷിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, സന്നിധാനം.